നൂറയ്ക്ക് 7ന്റെ പണിയാണ് കൺഫെഷൻ റൂമിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. നൂദില ഫാക്ടറിയുടെ ഓണറൊക്കെയാണ്, പക്ഷേ ബിഗ് ബോസ് ഒരു 7ന്റെ പണി ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. നൂദില ഫാക്ടറി നന്നായിട്ട് വർക്ക് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നൂറയ്ക്കാണ് പണി കിട്ടാൻ പോകുന്നത്. നൂറയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സൂപ്പർ പവർ നഷ്ടമാകും. ബിഗ് ബോസ് ഈ ഒരു നൂദില ചെരുപ്പ് ഫാക്ടറിയിൽ നിർമ്മിക്കാൻ 3 ഓർഡറുകൾ കൊടുക്കും. അതിൽ 2 എണ്ണമെങ്കിലും കൃത്യമായിട്ട് നൂറയുടെ നേതൃത്വത്തിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നൂറയ്ക്ക് പണി കിട്ടുന്നതായിരിക്കും. ബിഗ് ബോസ് കൊടുക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ചെരുപ്പുണ്ടാക്കുക, 50 ചെരുപ്പുണ്ടാക്കുക, അങ്ങനെയാണ് ഓർഡറുകൾ കൊടുക്കുന്നത്. അങ്ങനെ 3 ഓർഡറുകൾ കൊടുക്കും. അതിൽ 2 എണ്ണം കൃത്യമായിട്ട് തന്നെ നൂറയുടെ നേതൃത്വത്തിൽ അവർ ഫാക്ടറിയിൽ നിന്ന് ചെരുപ്പ് നിർമ്മിച്ച് ബിഗ് ബോസിന് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതിൽ വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചെരുപ്പ് നിർമ്മിക്കുന്നതിനായിട്ട് എത്ര സമയം കൊടുക്കും എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യില്ല. അപ്പോൾ 3 റൗണ്ടായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഒരു റൗണ്ടിന് എത്ര സമയം കൊടുക്കുമെന്ന് ബിഗ് ബോസ് നേരത്തെ മുൻകൂട്ടി പറയില്ല എന്നും പറഞ്ഞു. അതിലാണ് ഒരു വമ്പൻ പണിയിരിക്കുന്നത്. ഇപ്പോൾ 50 ചെരുപ്പുണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ 20 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ നടക്കത്തില്ല. അപ്പോൾ അതിലൊരു ബിഗ് ബോസിൻ്റെ ഒരു കളിയുണ്ട്. ബിഗ് ബോസിന് തീരുമാനിക്കാം എപ്പോൾ ടാസ്ക് നിർത്തണം, എപ്പോൾ ടാസ്ക് തുടങ്ങണം, റൗണ്ടിൽ നൂറേനെ തോപ്പിക്കണോ എന്നൊക്കെ ഒരു ബിഗ് ബോസിന് വേണം തീരുമാനിക്കാം എന്നുള്ള രീതിയിലാണ് ആ ഒരു നിയമം ഇപ്പോൾ നിലനിൽക്കുന്നത്. മാത്രമല്ല ചെരുപ്പുകളുടെ ക്വാളിറ്റി അനുസരിച്ച് പണിക്കാർക്ക് കോയിൻ കൊടുക്കാവുള്ളൂ എന്ന് ബിഗ് ബോസ് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് നൂറയുടെ യുക്തിപൂർവ്വം മത്സരാർത്ഥികൾക്ക് കോയിൻ കൊടുക്കുക, അതായത് പണിക്കാർക്ക് കോയിൻ കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലാക്ക് കോയിനും ഗോൾഡ് കോയിനും ഉണ്ട്. ഗോൾഡ് കോയിൻ വെച്ച് എന്തോ ഗുണം കിട്ടുന്നതായിരിക്കും മത്സരാർത്ഥികൾക്ക്. ബ്ലാക്ക് കോയിനാണ് കിട്ടുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻ കിട്ടുന്ന ആൾ നോമിനേഷനിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ നോമിനേറ്റ് ചെയ്യപ്പെടും. എന്തായാലും നൂറയ്ക്ക് ഒരു സൂപ്പർ പവർ നഷ്ടമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് കണ്ടു തന്നെ അറിയാം എങ്ങനെയാണ് കോയിൻ നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. ലൈവിൽ ഇപ്പോൾ ടാസ്കുകൾ നടക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.